ഇനി നമ്മൾ എക്സൽ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള മറ്റൊരു സംഗതിയാണ്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കുന്നത് മുമ്പോട്ടുള്ള നമ്മളുടെ പഠനത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ ഈ കാണുന്ന ഷീറ്റ് 1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റിൽ നമ്മൾ എന്തൊക്കെ ഡേറ്റ എഴുതിയാലും അതെല്ലാം അപ്പിയർ ആവുന്നത് ഈ ഷീറ്റിലാണ്. പുതിയൊരു ഷീറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ഷീറ്റ്, ഇതുപോലൊരു വർക്ക് സ്പേസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് സിമ്പലുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 2 വരും, വീണ്ടും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 3 വരും, വീണ്ടും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 4 വരും. ഈ ഷീറ്റിനെ റീനെയിം ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് റീനെയിം ചെയ്യാം. ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീനെയിം ഓപ്ഷൻ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. അടുത്തത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നമുക്കിവിടെ നിന്നും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു വിധം. ഇനി ഒരു സംഗതി, നമുക്കിഷ്ടമുള്ള കളറ് ഓരോ ഷീറ്റിനും നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഷീറ്റിന് എനിക്കൊരു കളർ കൊടുക്കണമെങ്കിൽ ഇവിടെ ടാപ്പ് കളർ എന്ന് കൊടുത്തിട്ടുണ്ട്. യെല്ലോ കൊടുക്കാം. ഇവിടെ എനിക്ക് കളർ കൊടുക്കണമെങ്കിൽ ഞാൻ ഗ്രീനോ ബ്ലൂവോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് കളർ കൊടുത്തും ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി മറ്റൊരു സംഗതി, ഈ ഷീറ്റിനെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷീറ്റ് 4 എനിക്ക് ഷീറ്റ് 1-ന് മുമ്പ് വരണമെങ്കിൽ ഞാൻ ലെഫ്റ്റ് ക്ലിക്കിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ മൂവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെ വേണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എവിടെ വേണമെന്ന് തീരുമാനിച്ചതിന് ശേഷം ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റ് അവിടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഞാൻ ഈ ഷീറ്റ് 4-നെ റീനെയിം ചെയ്തിട്ട് ഒരു എക്സസൈസ് ചെയ്യാൻ പോവാണ്. പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്നിടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചില പ്രൊഡക്റ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇതെൻ്റെ ചില പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ പ്രോഡക്ട്സ് എന്ന് കൊടുക്കുന്നു, ബോൾഡ് ആക്കുന്നു. നമുക്ക് അല്പം സൈസും കൂട്ടി ഇതിന് ബോർഡറും കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ പ്രോഡക്ട്സ് ആണ്. ഇവിടെ ഞാൻ Q1, Q2 നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് Q4 വരെ കൊണ്ടുവരാം. ഇനി ഞാൻ Q1-നെ ഇതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്യുന്നു. ഇതേ ഹെഡിങ്ങും ടൈറ്റിലും അവിടെ കൊടുക്കുന്നു. ഇനി ഞാനിവിടെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഓഫർ Q1, Q2, Q3, Q4-ലെ ഓഫർ കൊടുക്കുകയാണ്. Q1-ൽ എനിക്ക് 10% ഓഫ് കൊടുക്കണം. അപ്പോൾ പെർസെൻറ്റേജിന് നമ്മൾ ഈ സിമ്പിൾ സെലക്ട് ചെയ്യും, മുമ്പേ പഠിച്ചതാണത്. അതിനുശേഷം 10 എന്ന് എൻ്റർ ചെയ്യും. ഈ ഫോർമാറ്റ് തന്നെ എനിക്ക് ഇത്രയും സെല്ലുകളിൽ വരേണ്ടതുള്ളതുകൊണ്ട് എനിക്ക് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം. ഇനി ഞാൻ ഇത് 15%, 12%, 20% ഇതും ഇതുപോലെ വാല്യൂ കൊടുക്കുകയാണ്. എനിക്ക് ഈ പ്രൊഡക്റ്റ് ലിസ്റ്റിനെ ഇനി ഒന്ന് കോപ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ കോപ്പി എടുക്കാൻ പറ്റും. ഇതേ ഡേറ്റ അപ്പുറത്തെ സെല്ലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് കൊണ്ടുപോകാം. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കണ്ടോ ഇവിടെ നമുക്ക് മൂവ് ഓർ കോപ്പി ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റയെ മൂവ് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കോപ്പിയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ക്രിയേറ്റ് എ കോപ്പി എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് 2 എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ലിസ്റ്റ് എന്ന് മാത്രം കൊടുക്കുകയാണ്. ഇവിടെ പ്രോഡക്റ്റ് ലിസ്റ്റും ഇവിടെ ലിസ്റ്റും. ഓക്കെ, ഇപ്പോൾ ഒരേ ഡേറ്റയാണ് രണ്ട് സ്ഥലത്തും ഉള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡേറ്റ കോപ്പി ചെയ്യാൻ പറ്റും. ഞാൻ ഡിലീറ്റ് ചെയ്യുവാണിത്. ഓർക്കേണ്ട ഒരു സംഗതി, നമ്മളൊരു ഷീറ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യുവാണ്. ഇത് നമുക്ക് അൺഡു ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ഓർക്കേണ്ട സംഗതി, നിങ്ങളുടെ ഷീറ്റ് ഡിലീറ്റ് ചെയ്യുമ്പം അൺഡു ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ശരിയാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഡിലീറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിലേക്ക് തിരിച്ചു വന്നു. ഇനി ഞാൻ മൂവ് എന്താണെന്ന് കാണിക്കാം. ഇപ്പോൾ ഈ ഡേറ്റയെ മറ്റൊരു ഷീറ്റിലേക്ക് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. മൂവിൽ വന്നതിന് ശേഷം ഇതാ ഇവിടെ കണ്ടോ പുതിയതായിട്ടൊരു വർക്ക് ബുക്ക് എനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വർക്ക് ബുക്ക് എക്സൽ തന്നെ ഓപ്പൺ ചെയ്ത് വീണ്ടും കൊണ്ടുവന്നു. ഇതിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ബുക്ക് 2 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ബുക്ക് 1. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മുടെ ഈ ഷീറ്റിൽ നിന്ന് തന്നെ പോയി. അപ്പോൾ നമുക്ക് തിരിച്ചിപ്പോൾ ബുക്ക് 2-ലേക്ക് പോകാം. ബുക്ക് 2 നമ്മൾ വീണ്ടും മൂവ് ചെയ്യുകയാണ്. നമ്മുടെ പഴയ ഷീറ്റിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് ബുക്ക് 1 എന്ന്. ബുക്ക് 1 സെലക്ട് ചെയ്യുമ്പം ഇത് കണ്ടോ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷീറ്റാണ്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഷീറ്റ് 1-ന് മുമ്പായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് തിരിച്ചു വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ ഷീറ്റ് 1-നെ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ ഈ ഡേറ്റയൊക്കെ കളയുന്നു. ഞാൻ വീണ്ടും പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുന്നു, Q1 ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം Q2, Q3, Q4 ഇത്രയാണ് എനിക്ക് വേണ്ടത്. ഇതിനെ സെലക്ട് ചെയ്യുന്നു, വീണ്ടും ബോർഡർ കൊടുക്കുന്നു, ബോൾഡ് ആക്കുന്നു, ഒരു ഫോണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതിനുശേഷം പ്രൊഡക്റ്റ് നമുക്കിവിടെ ഉണ്ട്, അത് കോപ്പി ചെയ്തെടുക്കാം.
ഇത്രയും പ്രൊഡക്റ്റാണ് ഇപ്പം നമുക്കുള്ളത്. Ctrl+C, ഇവിടെ വന്നതിന് ശേഷം Ctrl+V, പ്രൊഡക്റ്റ് നമ്മൾ കോപ്പി ചെയ്തെടുത്തു. അപ്പോൾ എനിക്കിനി Q1 ഓഫർ അറിയണം. അതിന് ഞാൻ ആദ്യം ഇവിടെ ഒരു കോളം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുവാണ്. ആക്ച്വൽ പ്രൈസ് എന്ന് കൊടുക്കുവാണ്. ആക്ച്വൽ പ്രൈസ് 25,000 ആണ്. മ്യൂസിക് സിസ്റ്റത്തിന് 12,500, മൊബൈൽ ഫോണിന് 15,000. Q1 ഡിസ്കൗണ്ടിന് ശേഷമുള്ള എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എങ്ങനെയാണ് ഫോർമുല? = Q1 ആക്ച്വൽ പ്രൈസ് മൈനസ് ഡിസ്കൗണ്ടഡ് പ്രൈസ് അറിയണ്ടേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഈ വാല്യൂ ഇൻറ്റു, ഇനി നമ്മുടെ Q1 ഡിസ്കൗണ്ട് TVയുടെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിലേക്ക് പോകണം. ഇവിടെ നിന്ന് നമ്മൾ ഈ സെല്ലിനെ കോൾ ചെയ്യുന്നു, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. കറക്റ്റായിട്ട് ഫോർമുല വന്നു. അപ്പം 22,500, 25,000 ആണ്. 25,000-ൻ്റെ 10% എന്ന് പറയുന്നത് 2,500 ആണെന്ന് നമുക്കറിയാം. അത് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ എന്തിനാണ് ഇത് പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഇവിടുത്തെ ഫോർമുല നിങ്ങളെ റെഫറൻസ് ചെയ്തേക്കുന്നത് പ്രോഡക്റ്റ് ലിസ്റ്റ്, അതായത് ഈ ഒരു ഷീറ്റിലെ C4 നിന്നാണ്. അതാണ് ഇതിൻ്റെ അകത്തെ ഹൈലൈറ്റ്. അപ്പോൾ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഷീറ്റിൽ നിന്നും നമുക്ക് ഡേറ്റയെ റെഫറൻസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ സപ്പോസ് ഈ ഒരു ഷീറ്റിനെ റീനെയിം ചെയ്തിട്ട് ഞാൻ ഡിസ്കൗണ്ട്സ് നിന്നാക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം എറർ ഉണ്ടാവുമോ? നമുക്ക് നോക്കാം. ഷീറ്റ് 1 പോയി നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ റീനെയിം ചെയ്തതനുസരിച്ച് ആ പേജിൻ്റെ പേരും മാറി. അപ്പോൾ എക്സൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എവിടെയൊക്കെ ആ പേര് കൊടുത്തിട്ടുണ്ടോ ആ പേരിനെ ഹാൻഡിൽ ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ നിർത്താം. അടുത്ത് വരുന്ന വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഫങ്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന വീഡിയോകളിൽ പഠിക്കാം.